ഹായ്, I'm Aloka Joshi. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇൻട്രോ ഒന്നും പറഞ്ഞാൽ അധികം വെറുപ്പിക്കണില്ല. ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വേണമെന്ന് കമന്റ് ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ കുറേ പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പം ഞാനിപ്പോൾ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് CMA US എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ്. അതൊരു അമേരിക്കൻ കോഴ്സാണ്. CMA ഇന്ത്യയും ACC ഒക്കെ പോലെ തന്നെ ഒരു കൊമേഴ്സ് കോഴ്സാണത്. അതിന് 2 പാർട്ടായിട്ടാണ് എക്സാം വരുന്നത്, പാർട്ട് 1 പാർട്ട് 2. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ അവസാനമൊക്കെ ആയിട്ട് ഞാൻ പറയാം. അപ്പൊ അത് പറഞ്ഞു വന്നത്, ഞാൻ പാർട്ട് 2 എക്സാം എഴുതിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ജൂണിലായിട്ട്. ജൂൺ വിൻഡോയിൽ ഞാൻ എക്സാം എഴുതിയിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച, അതായത് 2 ദിവസം മുമ്പ് അതിന്റെ റിസൾട്ട് വന്നു. അപ്പൊ നിങ്ങൾ ആദ്യം പോയി അതിന്റെ റിയാക്ഷൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഹായ് ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണാനും കാണാതിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇന്ന് ഞാൻ CMA US ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാർട്ട് 2ന്റെ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് റിഗ്രറ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് എടുക്കണത്. പാർട്ട് 1ന്റെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പം തന്നെ വരും എന്നാണ് എല്ലാവരും പറയണേ. അപ്പോൾ ഞാൻ ആ റിയാക്ഷൻ വീഡിയോ കാണിച്ചുതരാം. ഇത് പാസ്സായാൽ മാത്രമേ നിങ്ങളിത് കാണുള്ളൂ ഈ വീഡിയോ. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, ഫെയിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇടില്ല. അപ്പോൾ ചെക്ക് ചെയ്യാൻ പോവാണ്. കറങ്ങി കറങ്ങി വരാത്ത തേങ്ങ. റിസൾട്ട് 2 hours കൂടി ഡിലേ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ര നേരം മൈൻഡ് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ തന്നെ ബാക്കി ക്രാഫ്റ്റ് പണികളിലേക്ക് സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നാളെ അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് ഞാൻ പതിയെ കടന്നു. കാരണം ഇനി 2 hours ഇങ്ങനെ ചപ്പഴ നല്ലവർക്ക് വീഴും. എനിക്ക് അത്രയും ടെൻഷൻ ആവുന്നുണ്ട്. വന്നു എന്ന് അറിഞ്ഞിട്ട് നമുക്ക് സൈറ്റ് ഇപ്പോൾ ജാമായി കിടക്കാം. ഒരു 2 hours കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്ന് പറയണം അവരെല്ലാവരും. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ അപ്പോൾ കാണിക്കാം. എപ്പോഴാ അത് കിട്ടാന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓണാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം സമയം 9:21. ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇതൊരു 8 മണി സമയത്താണ് പുറത്ത് റിസൾട്ട് വന്നു എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും ആർക്കും കിട്ടിയിട്ടില്ല. സോ ഇന്നലെ പെട്ടെന്നൊരു അനോണിമസ് പോലെയായിരുന്നു. അനോണിമസ് അല്ല, പെട്ടെന്നായിരുന്നു വന്നിട്ടുണ്ട്. റിസൾട്ട് അറിഞ്ഞു, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് പാർട്ട് 1ൻ്റെയാണ് വന്നിരിക്കുന്നത്. ഞാൻ പാർട്ട് 2 ആണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ 7 മണി, നൈറ്റ് 7 മണി തൊട്ടാണ് പാർട്ട് 1ൻ്റെ റിസൾട്ട് ഔട്ട് അയക്കുന്നത്. പിന്നെ അതിനുശേഷം ടെക്നോളജിക്കൽ ഇഷ്യൂ കൊണ്ട് അതൊന്നും പിന്നീട് ആർക്കും കാണാൻ പറ്റില്ല റിസൾട്ട്. ഇപ്പോൾ അത് വീണ്ടും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇതിപ്പോൾ പിറ്റേ ദിവസം രാത്രി ആയിട്ടുണ്ട്. നോക്കാം ഇനി ഇന്ന് വരുന്നുണ്ട്. നല്ല ടെൻഷനുണ്ട്. പക്ഷെ എന്നാലും വ്ളോഗ് ചെയ്യുമ്പോൾ എന്തോ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന ഭയങ്കര ഫീൽ അപ്പോൾ സമാധാനം. അതിൻ്റെ ഇടയിൽ ഞാൻ നാളത്തേക്കുള്ള ക്രാഫ്റ്റിൻ്റെ വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. നോക്കാം. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റിസൾട്ട്. പക്ഷെ ഇതുവരെയായിട്ടൊന്നും മെയിലൊന്നും പുതിയത് വന്നിട്ടില്ല. പക്ഷെ കുറേ പിള്ളേർ അവർക്ക് കിട്ടി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് പാർട്ട് 1ൻ്റെ. സോ മിഡ് നൈറ്റിനുള്ളിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാൻ പോവാണേ. സമാധാനായി. സോ അപ്പോൾ അതായിരുന്നു ഞാൻ പറഞ്ഞ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാർട്ട് ക്വാളിഫൈഡ് ആണ്. എനിക്കിനി ഒരു എക്സാമും കൂടി ഉണ്ട്. അത് Jan-Feb വിൻഡോയിൽ ഏതാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ CMA അലോക ജോഷിയായി മാറി. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ട്. ഞാൻ എവിടെയാണ് പഠിച്ചത്, എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, എവിടെയാണ് നല്ലത്, അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ്. പിന്നെ അത് ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ പേര് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വല്ല റിസൾട്ട് വന്നിട്ടുണ്ടാവും, അതായിരിക്കും അതൊക്കെ കുറേ പേര് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെന്താ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.